ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അങ്ങനെ ഇന്നലെ ഫുള്ള് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ വ്ളോഗൊന്നും ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ ക്ലിപ്പിങ്സ്, അതായത് ഈ സ്റ്റോറി ഇടാൻ വേണ്ടി, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയുള്ള ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് ഞാനിങ്ങനെ കുറച്ചൊരു വാക്കിംഗ് സ്ട്രീറ്റും ഫുഡ് സ്ട്രീറ്റൊക്കെ വെറുതെ കവർ ചെയ്തു. പിന്നെ പവിലിയൻ മാളിലൊക്കെ ഒന്ന് പോയി. പക്ഷെ വ്ളോഗൊന്നും എടുത്തില്ല. അതെന്തായാലും വ്ളോഗായിട്ട് എന്നെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ആ വ്ളോഗ് എടുക്കുന്നതിന് മുമ്പ് അതെന്താണ് ഏതാണെന്നൊന്ന് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഇന്നലെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. ഒരു നൈറ്റൊക്കെ ഫുള്ള് ചുറ്റിക്കറങ്ങലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി വന്ന് കിടന്ന് നല്ല ഉറക്കമുറങ്ങി. ഉച്ചയ്ക്ക് ഇവിടുത്തെ 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റ്. അത്ര ഉറക്കമായിരുന്നു, കാരണം ഒരുപാട് നടന്ന്. അപ്പോൾ നല്ല ടയേർഡായി അങ്ങനെ. അപ്പോൾ ഇന്ന് എന്താ പറയുക, കുളിച്ച് ഫ്രഷായി പുറത്ത് നോക്കുമ്പോഴത്തേക്കും, അതായത് ഞാൻ എണീക്കുന്ന ടൈം വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ സഡൻലി പെട്ടെന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാം ഇടി വെട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മേളിലത്തെ പൂളൊക്കെ അവർ ക്ലോസ് ചെയ്യും. ഞാൻ പൂളിൽ പോയി വിളിക്കാമെന്ന് വിചാരിച്ച് നേരെ മേളിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ പൂള് ക്ലോസ് ശശി. അപ്പോൾ ഒരു റീൽസൊക്കെ എടുത്തിട്ട് ആ റീൽസ് എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിലുണ്ട്, ഇൻസ്റ്റയിലല്ല ഷോർട്സിലും ഉണ്ട് കേട്ടോ. അപ്പോൾ റീൽസൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ മലേഷ്യ കോലാലംപൂറുള്ള സെൻട്രൽ മാർക്കറ്റാണ് ഇന്ന് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ഗ്രാബ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് വെയിറ്റ് ചെയ്ത് താഴത്ത് ലോബിയിൽ ഞാൻ ഇരിക്കണതാണ്. ഇന്നിപ്പോൾ സെൻട്രൽ മാർക്കറ്റ് ഫുള്ള് കവർ ചെയ്ത് കാണിക്കാം. ഇവിടെ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളായിട്ടുള്ള സെൻട്രൽ മാർക്കറ്റാണെന്നാണ് പൊതുവെയുള്ളൊരു സംസാരം. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഇന്നലെ നൈറ്റ് ഇതുപോലെ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ്. സൈഗൂനും എബ്രൂനൊക്കെ ഷൂസ് കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ കൊച്ചു ഷോപ്പിംഗ്. പിന്നെ എനിക്കൊരു പവർ ബാങ്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു ചാർജ് അഡാപ്റ്റർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു പോയിട്ട് അത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ കൊച്ചു ഷോപ്പിംഗ് ഒക്കെ ഇന്നലെ തന്നെ ഞാൻ നടത്തി. എന്നാലും ഇന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യം എനിക്ക് നല്ല വിശപ്പുണ്ട്. അവിടെ സെൻട്രൽ മാർക്കറ്റിൽ തന്നെ ഈ ഫുഡിൻ്റെ ഏരിയ ഉണ്ട്. എന്തെങ്കിലും കഴിക്കാം, എന്തെങ്കിലും ഡിഫറെൻറ്റ് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു രക്ഷയില്ല, പുറത്ത് ഭയങ്കര മഴയുണ്ടാവും. ഞാൻ ഇന്നലത്തെ കണ്ടീഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മഴ പെയ്യാറില്ലേ എന്ന് ആലോചിച്ച് പോയി. പക്ഷേ ഇന്ന് ഒരു രക്ഷയില്ല. ആ ഒരു കുറവൊക്കെ തീർത്ത് മഴ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, ഈ മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ നല്ല സുഖമുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സെൻട്രൽ മാർക്കറ്റിന്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോഴാണ് മഴ ഒന്ന് ഒതുങ്ങിയത്, എന്നാലും പൊടിമഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ സെൻട്രൽ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടുത്തെ എന്തൊക്കെയുണ്ട്, ഇവിടെ മാർക്കറ്റിൽ എന്തൊക്കെ സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ പുറത്തുനിന്നുള്ളൊരു നല്ലൊരു വ്യൂ ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളായിട്ട് അത് കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് സെൻട്രൽ മാർക്കറ്റിന്റെ എൻട്രൻസ്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഗൈസ്, നമ്മളങ്ങനെ എൻട്രൻസിലേക്ക് കയറുന്നതാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ കൂടുതലും എന്താ പറയുക, മലയാളീസും അതേപോലെ തന്നെ ശ്രീലങ്കൻസും ഒക്കെ
ഒരുപാടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് അവരൊക്കെ കാണാൻ പറ്റും. അടിപൊളി. ഇവിടെയൊക്കെ മിക്കവാറും ഫാമിലി ആയിട്ട് വന്നില്ലെങ്കിൽ സീനാവും. ഈ വീഡിയോ ഒക്കെ എൻ്റെ ഫാമിലി കാണുമ്പോഴത്തേക്കും വൺ സീനായിരിക്കും ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്കും. ഇന്നലെ തന്നെ വിളിച്ചിട്ട് പറച്ചിൽ തുടങ്ങി. ഞങ്ങൾക്ക് കൊണ്ടുപോയില്ലല്ലേ, ഞങ്ങളൊക്കെ കൊണ്ടുപോയില്ലല്ലേ. എന്തായാലും ഇൻഷാ അല്ലാഹ് പ്രാവശ്യം അവരായിട്ട് വന്നം. വൈറ്റ് ടീ, നോക്കിയോ, ടീ മോക്ടെയിൽ. ടീയുടെ ഒരുപാട് വെറൈറ്റി സ്പെഷ്യലുണ്ട്. ഐസ്ക്രീം ഡേ. ഹൗസ് ഓഫ് സിൽവർ. നമ്മുടെ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ഇതുള്ളത്. പക്ഷെ ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ അമ്മ ഇതെല്ലാം സിൽവറുണ്ടോ? ഇതിനൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്. ചൈന ടൗൺ സെൻഡോർ. ശരിക്കും ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ സമയത്തില്ലെന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതേപോലെ ഉടായ്പിൽ നൈസായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറും. വഴക്ക് കേൾക്കുമ്പോഴത്തേക്കും പതുക്കെ ക്യാമറ ഓഫ് ചെയ്യും. എല്ലാം സിൽവറാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല ഫ്രെയിംസൊക്കെ ഉണ്ട്. അള്ളാ മുഹമ്മദ് എന്നൊക്കെ എഴുതിയത്. നല്ല ക്ലോക്ക്. അകത്തേക്ക് കയറുന്നില്ല. അകത്തേക്ക് കയറിയാൽ ചിലപ്പോൾ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും പറയാൻ നോക്കാമല്ലോ. ഭാഗ്യം ഒന്നും പറഞ്ഞില്ല, ഞാൻ നൈസായിട്ട് ചിരിച്ച് കാണിച്ച്. നമ്മുടെ ബിഹേവിയറിൽ ഇരിക്കുമല്ലോ, നമ്മൾ ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ ഷോയിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വഴക്ക് പറയും. അപ്പം അതൊക്കെ ഒന്ന് ചിരിച്ച് ഒക്കെ നിന്നുണ്ടെങ്കിൽ അവരൊന്നും പറയില്ല. പാവം ഒന്നും പറയണ്ടെന്ന് തോന്നും. പിന്നെ എന്നൊക്കെ ഉണ്ടായാലും പിന്നെ പാവമായിട്ടല്ലേ തോന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അടുത്തെന്തത് തുലിസ് ലുക്കീസ്. എനിക്കിന്നൊരു സൈഡ് ബാഗ് വാങ്ങണം, എൻ്റെ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി. പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകണമെന്നുണ്ട് കേട്ടോ ഒരാഴ്ച കാണുമ്പോഴത്തേക്കും. പക്ഷേ ഇല്ലേ, ഫ്ലൈറ്റിൽ കൊണ്ടുപോയാൽ കുറച്ച് ചടങ്ങാണ്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഫാമിലി ആയിട്ട് വരുമല്ലോ, അപ്പം എടുക്കാം. നൈസായിട്ടുണ്ടത്.
ഗൈസ് നല്ല വിശപ്പുണ്ട്. ആദ്യം കഴിച്ചിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി എൻട്രൻസിൽ നിന്ന് ജസ്റ്റ് റൈറ്റൊക്കെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കണ്ടില്ല ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് അവിടെ ചായയൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് മെയിനായിട്ട് ചായ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ ഇവിടെ ഷോപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടെന്ന് അടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗ്ലാസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഹായ് ബ്രോ, യു ഫ്രം ശ്രീലങ്ക? ഓക്കെ നൈസ്. ഓക്കെ ഓക്കെ, ശ്രീലങ്കൻ ടീ കോഫി ഒക്കെ കുറേ ഗ്ലാസും ഇതൊക്കെ ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. So where are you from? India, Kerala. India, Kerala. Yeah. Nice to meet you. Same to you. Okay bro, thank you. അതൊരു സെക്ഷനാണ് അവരുടെ ടീയുടെ ഒക്കെ സെക്ഷൻ. ടീ മാത്രം കുടിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കുടിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ എനിക്ക് അകത്ത് കയറി എന്തെങ്കിലും കഴിക്കണം. അതിനുവേണ്ടി മെയിൻ എൻട്രൻസിലൂടെ നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇവരിവിടെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ മെറാക്കി ലഞ്ചൊക്കെ ഉണ്ട്. നല്ല അടിപൊളി മട്ടൻ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അതിൽ തന്നെ കേക്കും കറികളൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഐറ്റം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഗ്ലാസ് പ്ലേറ്റ്സ് എല്ലാം നോക്കി എല്ലാം മറ്റേ ബ്രാസ് ടൈപ്പും അതേപോലെ തന്നെ കോപ്പർ കളറും അങ്ങനത്തെ സെറ്റപ്പ് ആണോ. ഇവരെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഫുഡൊക്കെ ഇത് കഴിക്കാം. ഹായ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്ത് മിനി പറാത്ത കൊടുത്തിട്ടുണ്ട്, പറാത്ത കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പറാത്ത 2 പീസ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ചിക്കൻ കറി ഓർഡർ ചെയ്യാം. ചിക്കൻ മട്ടനും ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് ചിക്കൻ മതി തൽക്കാലത്തേക്ക്. അങ്ങനെ വന്ന് ഓർഡർ എടുത്ത് പോയി. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അതായത് ചിക്കൻ കറി അവർ ചിക്കൻ സെപ്പറേറ്റും അതിൻ്റെ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് ആണ്. കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറയാം, അയ്യോ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കറി സെറ്റ് ചെയ്ത് തരാം. ഞാൻ പറയാം ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു. അടിപൊളി കലക്കം പൊറോട്ട എന്നുള്ള ഡിഫറെൻറ്റ് ഐറ്റം. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ ചില്ലി ചിക്കൻ ആണല്ലോ. ഓക്കെ ഓക്കെ, ചില്ലി ചിക്കൻ ആണല്ലേ. ഓക്കെ സെറ്റ്, കുഴപ്പമില്ല. പക്ഷെ നല്ല സ്പൈസി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നല്ല സ്പൈസി വേണമെന്നുള്ളത്. നമുക്ക് കഴിച്ച് നോക്കാം. പിന്നെ ദാൽ കറി പൊറോട്ട എങ്ങനെയാണ് നോക്കട്ടെ. പൊറോട്ട ചുരുട്ടിക്കൂട്ടി വെച്ചത്. ഇത് വേറെ ടൈപ്പ് സാധനം കേട്ടോ. നമ്മുടെ റുമാൽ റൊട്ടി പോലെ ഇരിക്കുന്നുണ്ട്. എന്നറിയില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ പക്ക ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ പേര് മാത്രമാണ് നമ്മൾ പറയാണ്ടിരുന്നത്, ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. ചെറുതായിട്ട് ചില ഇടങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ചില്ലി ചിക്കൻ. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചായ എത്തി. ശ്രീലങ്കൻ സ്പെഷ്യലാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതിന് വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും അവർ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും വൈറ്റ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് ചായ കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഈ ആമോനെ കിടലൻ ചായ, അടിപൊളി കാടമൺ ടീ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് നേരെ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. സെൻട്രൽ മാർക്കറ്റ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണം ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. ഞാൻ എൻട്രൻസിലേക്ക് കയറി 1-2 ഷോപ്പ് കാണിച്ചപ്പോൾ തന്നെ നിർത്തിയല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമുക്ക് നിർത്തിയെടുത്ത് തന്നെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓ, സ്റ്റഫ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ. നൈസ് നൈസ്.
ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ പല പല വെറൈറ്റികൾ, അതേപോലെ തന്നെ ഈ വണ്ടുകളുടെ ഒക്കെ കൊള്ളാട്ടെ. എൻ്റെ അമ്മ ഹെവി സൈസ് മലേഷ്യൻ സ്പെഷ്യലാണെന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. ക്രാഫ്റ്റ് അടിപൊളി, നല്ല വിലയുണ്ട് കേട്ടോ ഓരോരോ ഐറ്റത്തിനും. നല്ല റേഞ്ച്. ഇതൊക്കെ 550 റിങ്. ഓ, 550 റിങ് എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ടായി. ഈ കീച്ചേനൊക്കെ എനിക്ക് 135 റിങ്. പക്ഷെ എന്നാലും കൊള്ളാം, കാണാൻ രസമുണ്ട്. 135 റിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ നാട്ടിലെ 3000 മേലെയായി. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതിൻ്റെ ഉള്ളിലെല്ലാം. അത് കൊള്ളാം. ഓ, 3800 റിങ്. നല്ല രസമുണ്ട്. സൈഗോ ഇതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സൂപ്പർ ഹീറോസിൻ്റെ ഫാനാണ് ഞാൻ. മോനെ പൊളി. അടിപൊളി അടിപൊളി, നല്ല നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ബസാർ മാർക്കറ്റ് ഹാൾ ഫുള്ളി ഇതേപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്. മാർക്കറ്റിലേക്ക് എന്തായാലും കയറണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ പോലൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെസൽ ബസാർ. ഓക്കെ, നമുക്ക് പുറത്തിറങ്ങാം. അതായത് കുറച്ച് നടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, കൂടുതലും ഈ ലേഡീസിന് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഇവിടെ കൂടുതലുള്ളത്. ഇതേപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഇതേപോലെ ക്ലിപ്പ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, ലേഡീസിന് വേണ്ട ഐറ്റംസാണ് കൂടുതലും കാണപ്പെടുന്നത്. മെയ്ഡ് ഇൻ മലേഷ്യ. എന്നാലും ഫാമിലി തന്നെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഒരുപാട് വെറൈറ്റി ഇതേപോലെ തന്നെ ഈ എന്താ പറയുക റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്മലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നല്ല നല്ല ഹാങ്ങിങ്സ് ഉണ്ട്.
ഡക്കേഴ്സ്. ആഹാ, ദുറൈൻ ബീബി. ഈ കഫ്താൻ ടൈപ്പ് ടോപ്സ് ഒക്കെ കുറച്ച് ഉണ്ട്, കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. വുഡിലുള്ള വുഡൻ ഫ്രെയിംസും അതേപോലെ തന്നെ വുഡിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ട് അവിടെ. എന്തൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതാണ് ഞാൻ ഡീറ്റെയിൽ പറയാത്തത്. സോക്സ് ഷോപ്പ് ഫുള്ള് നല്ല കളർഫുള്ളായിട്ടുള്ള ഡിഫറെൻറ്റ് സോക്സ് ഉണ്ട്. നമ്മൾ കയറുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഉള്ളിലേക്കൊക്കെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇതേപോലെ ഈ എന്താ പറയുക, ഈ ഹാൻഡ് ക്രാഫ്റ്റ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. ഞാൻ ഇത്രയേരം നടന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ കണ്ടത് ഇതേപോലെ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസൊക്കെയാണ്. നല്ല നല്ല കഫ്താനൊക്കെ ഉണ്ട്, കോട്ടൺ മെറ്റീരിയൽ. ഇവിടെ മലേഷ്യയിൽ പൊതുവെ മുസ്ലിംസ് കൂടുതലാണ്, കുറച്ചധികം ഉണ്ട്. അപ്പം അവർക്ക് പറ്റിയ കോസ്റ്റ്യൂംസ്, അവർക്ക് പറ്റിയ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. നൈസ് ഡെക്കർ ഐറ്റംസ് കൊള്ളാം കേട്ടോ. ഡെക്കേഴ്സിൻ്റെ ഒരു ഷോപ്പാണ്. ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റ്സ്. കോക്കനട്ട് ഷോപ്പ്. ലെതർ ബാഗ്സ് ഒക്കെ കുറേ ഉണ്ടെന്നോ. അതായത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കുള്ള ഒരു തിരക്കാണ് ഉള്ളത് ഈ സെൻട്രൽ ഭാഗങ്ങളിലൊക്കെ. ഈ റൈറ്റും ലെഫ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും കാണാനില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ, അധികം ഒരു മനുഷ്യനില്ല, ഷോപ്പിൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഈ സൈഡിലേക്കൊന്നും പോകണില്ല, റൈറ്റ് ലെഫ്റ്റിൽ ഭാഗത്തേക്കൊന്നും പോകണില്ല. കുറേ ഹാങ്ങിങ്സ് ഐറ്റംസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇനി നേരെ കണ്ടിന് ഫ്രണ്ടിലേക്ക് പോവാം. നല്ല നല്ല ബാഗുകളുണ്ട് കേട്ടോ. നൈസ്. ഗൈസ്, അങ്ങനെ ഞാൻ ഏതൊരു കൺട്രി പോകണമെങ്കിലും അവിടുന്ന് ഒരു മാഗ്നറ്റ് ഫ്രിഡ്ജിലൊട്ടിക്കാൻ വാങ്ങിക്കണമെന്ന് സോന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് 10 റിംഗിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അത് വാങ്ങിച്ചു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് കുറേ മൊബൈൽ പൗച്ചും
മൊബൈൽ അക്സസറീസ് ആയിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ ആയിട്ട് കുറച്ച് ബാഗിലൊക്കെ തൂക്കാൻ പറ്റിയ കുറച്ച് നല്ല നല്ല ഈ എന്താ പറയുക നല്ല നല്ല ടാഗുകളൊക്കെ കുറേ ഉണ്ട്. നൈസ്. ഈ ടാഗ് കൊള്ളട്ടെ, ഡോണ്ട് ടച്ച് നോട്ട് യുവർ ബാഗ്. നൈസ് ടാഗ്. ലക്കി ജെംസ് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. കുറേ സ്റ്റോൺ വർക്കുകൾ ആയിട്ടുള്ള കുറേ സ്റ്റോൺസിൻ്റെ പലതരം വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലേ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ എല്ലാത്തിനും. എൻ്റെ മുന്നേ അതിനൊക്കെ 3200 ഒക്കെ ഉണ്ട്. വിലയുണ്ട്, നല്ല വിലയുണ്ട്, ഭയങ്കര കോസ്റ്റ്ലി. കൊള്ളാം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് ആ ഒരു ടച്ചിലുള്ള ഒരു ഐറ്റംസാണ്. കൂടുതലായിട്ട് അകത്ത് കയറി ഷൂട്ട് ചെയ്ത് വെറുപ്പിക്കാനില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. വെറുതെ എന്തിനാ വഴക്ക് കേൾക്കണം, വേറെ പണിയില്ലേ. ഓക്കെ, അടുത്തത് മരിസൺ ക്രാഫ്റ്റ്. നൈസ്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സ് ഉണ്ട്. ഐ ലവ് കോലാലംപൂർ, മലേഷ്യ. നൈസ്, നല്ല നല്ല ബാഗുകൾ. ഇതും കൊള്ളാട്ടോ, നല്ല കളർ. നമ്മൾ നേരെ നടന്നു വരുമ്പോൾ തന്നെ ലെഫ്റ്റിൽ തന്നെ മേളിലൊക്കെ ഒരു സ്റ്റെയർ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് കയറി പോയിട്ടാണ് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചത്. അവിടെ ആയിട്ടാണ് ആ ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മേളിലേക്ക് കയറാണ്ട് താഴത്തത് തന്നെ നോക്കാം. കുഞ്ഞു പിള്ളേരുടെ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഒരു മലേഷ്യൻ സ്റ്റൈല് ടച്ചിലുള്ള ഡ്രസ്സുകളുണ്ട്. അതിൻ്റെ ഓണർ കിടന്ന് ഉറങ്ങണം, പാവം, കച്ചവടം ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നൈസ്. നല്ല കുഞ്ഞു ബുക്കുകൾ, അടിപൊളി. കൊള്ളട്ടെ, നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡ്രസ് ഷോപ്പ്. ഇതൊക്കെ ഉണ്ട്. വൺസ് ബ്രോക്കൺ കൺസിഡർ സോൾ. തൊട്ടാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് അതിനെ തൊട്ട് പോരുന്നത്. നൈസ്. Small world. ശരിക്കും ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലൊരു ഔട്ടറാണ് കേട്ടോ കാണിക്കണത്. ഞാൻ ഒന്നും കൂടുതലായിട്ട് ഞാൻ കയറി ആ ഓരോ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി എക്സ്പ്ലോർ ചെയ്യണില്ല. കാരണം അവരെ വെറുപ്പിക്കേണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ മലേഷ്യയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കയറി നിങ്ങൾക്ക് നോക്കാം ഓരോന്ന്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഔട്ട് എങ്ങനെയാണെന്നുള്ളൊരു കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാൽ ഇത്രയും കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു ടോട്ടലുള്ള സെറ്റപ്പ് എന്നുള്ളത്. നല്ല നല്ല ക്ലിപ്സ്,
കൊള്ളാം. പിന്നെ ക്ലിപ്സൊക്കെ ഈ അടുത്ത് ഞാൻ കുറേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക്. അത് കാരണം എനിക്ക് ക്ലിപ്സിൻ്റെ ആവശ്യമൊന്നും വരില്ല. നല്ല നല്ല ടോപ്പുകൾ. ഒരു ഷൂ ഷോപ്പ് ഉണ്ടോ അവിടെ? പിള്ളേർക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കൊള്ളാം. ഓക്കെ കേസ്, അങ്ങനെ അവിടുന്ന് എബ്രുവിന് ഒരു ചപ്പലും വാങ്ങിച്ചു, ഒരു ക്രോക്സ് ടൈപ്പ്. പിന്നെ നെക്സ്റ്റ് ഇതൊരു പെർഫ്യൂം ഷോപ്പാണ്, പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക്സ്. പെർഫ്യൂമിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഒരു ലോഡ് പെർഫ്യൂംസ്, പെർഫ്യൂമിൻ്റെ പല പല വെറൈറ്റീസ്. ബോട്ടിലൊക്കെ നല്ല ഡിഫറെൻറ്റ് ബോട്ടിൽസ്. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയൊക്കെ നമ്മൾ ഈ കൂടുതൽ ഈ കണ്ട ടൈപ്പ് ഐറ്റംസ് ഒക്കെ തന്നെ കൂടുതൽ റിപ്പീറ്റ്. മിക്ക ഷോപ്പുകളും വീണ്ടും വീണ്ടും ആ ഒരു ടച്ചിലെ ഷോപ്പുകളൊക്കെ തന്നെ. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാത്രമേ നിങ്ങൾ വീണ്ടും എടുത്ത് ഞങ്ങൾ കാണിക്കണം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ലൈറ്റ്സിൻ്റെ ഒക്കെ ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ കൊഡാക് എക്സ്പ്രസ്. കുറേ ക്യാമറ ആക്സസറീസ്, ലെൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നല്ലൊരു ട്രൈപോഡ് വേണമെന്നുണ്ട്, നോക്കട്ടെ. ഞാൻ സുനുവിന് വാങ്ങിച്ച് കൊടുത്ത പോലത്തെ ഇൻസ്റ്റൻറ്റ് ക്യാമറയിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ട്രൈപോഡും അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഷോപ്പിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ട്രൈപോഡും വാങ്ങിച്ചു. പുള്ളിയൊക്കെ ആയിട്ടാണ് ഡീൽ ചെയ്തത്. ഡിസ്കൗണ്ടൊന്നുമില്ല, ഫിക്സഡ് റേറ്റിന് ഒരു ട്രൈപോഡ് ഞാൻ വാങ്ങിച്ചു. കാരണം എനിക്ക് പലപ്പോഴും എനിക്ക് ട്രൈപോഡിൻ്റെ ആവശ്യം വന്നുണ്ട്. അപ്പോൾ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തയിലേക്ക് പോവാം. ഇത് പറഞ്ഞല്ല, മാളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ബാക്കോട്ട് പോകാൻ ഏരിയ ആണ്. ഇത് മാളിൻ്റെ ഔട്ട് സൈഡ് എത്തി, അതായത് സെൻട്രൽ മാർക്കറ്റ് അനക്സ്. അത് വേറെ സംഭവമാണ്. ഓക്കെ, ഞാൻ പറയാനാണെങ്കിൽ മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എല്ലാം കാണിച്ച ഷോപ്പുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഓരോരോ ആൾക്കാർ തുടങ്ങി വീണ്ടും വീണ്ടും കാണിക്കാമെന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം അങ്ങനെ തന്നെയാണ്. മനസ്സിലായി, എല്ലാം റിപ്പീറ്റ് ഷോപ്പാണ്. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് സെൻട്രൽ മാർക്കറ്റിൻ്റെ മേളിൽ കയറി നോക്കാം. ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് കയറി വന്ന വഴിയല്ല കയറുന്നത്, ബാക്കിലും സ്റ്റെപ്പ് ഉണ്ട്, അതിൽ കൂടെയാണ് കയറുന്നത്. നമുക്കിനി മേളിൽ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. യെസ്, ഇവിടെ ഒരു ഡ്രസ് ഷോപ്പുണ്ട്, കുറേ കഫ്താൻ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പ്. ഒരു മലേഷ്യൻ ട്രഡീഷണൽ കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്.
ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ബാഗുകളൊക്കെ കുറച്ചുണ്ട്. നൈസ്. കുറെ കഫ്താൻ ഒരുപാട് കളക്ഷൻസ് എല്ലായിടത്തും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മേളിലേക്ക് കയറുമ്പോഴത്തേക്കും കേൽ സ്റ്റോറി. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ, അതായത് മലേഷ്യയിലെ വിവരിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണില്ല, അടുത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ നടന്ന് ഏതാണ്ട് ഈ ഫ്രണ്ടിൽ നിന്ന് കയറുന്ന സൈഡില്ലേ ആ ഭാഗത്ത് എത്താറില്ല. അതാണ് വഴി. ഇവിടെയും നല്ല ടോപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ നേരെ കാണുന്നതാണ് സെൻട്രൽ മാർക്കറ്റ് ഫുഡ് കോർട്ട്. ഞാൻ പിന്നെ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു, അതുകൊണ്ട് ഇനി അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. ഞാൻ കഴിച്ചതിനെ കൂടിപ്പോയി എനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിത് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് നമ്മുടെ തായ്ലാൻഡിലെ ഓരോ എന്താ പറയുക മാർക്കറ്റ് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മലേഷ്യയിലെ ഈ സെൻട്രൽ മാർക്കറ്റൊന്നും അത്രയില്ല. നമ്മുടെ സെൻട്രൽ പട്ടായൊക്കെ തായ്ലാൻഡിൽ കൊള്ളാം. കുറച്ചും കൂടെ നല്ല നല്ല റീസണബിളായിട്ടുള്ള ബ്രാൻഡുകളുടെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ പറയുന്നില്ല, കൂടുതലായിട്ട് കാണുന്നത് ഇതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളും, മനസ്സിലായോ, ഈ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഈ അക്സസറീസ്. ഓക്കെ, നമ്മളപ്പോൾ പുറത്തേക്ക് പതുക്കെ ഇറങ്ങണേണ്. യെസ്, നമ്മളങ്ങനെ ഔട്ട് സൈഡ് എത്തി. സെൻട്രൽ മാർക്കറ്റ്. എൻ്റെ ബാക്കിലുണ്ട് വലിയ വലിയ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.